കാലം മാറി, നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലും മാറി. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കൊന്നും ഇനി സമയമില്ല. ഉറ്റവരെ പോലും തിരക്കിനിടയിൽ ഓർക്കുന്നത് ചുരുക്കം. നമ്മളെല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ചിലർ ജീവിതം കരക്കടുപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പലതും മറക്കുന്നു. ജീവിത തിരക്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ പോലും ഒറ്റയ്ക്കാക്കി വിദേശത്തേക്ക് ചേക്കേറുന്നവർ. സ്വന്തം മക്കൾ വിദേശത്ത് നല്ല നിലയിലാണെന്ന ആശ്വാസത്തിലാകും മാതാപിതാക്കൾ. ഇടയ്ക്കുള്ള ചാറ്റും ഫോൺ കോളും വീഡിയോ കോളും മാത്രമാണ് ഇവർക്കിടയിലെ ആശയവിനിമയോപാധി. വിവിധ അസുഖമുള്ളവരാണ് പല മാതാപിതാക്കളും. അവശതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും സ്വന്തം മക്കൾ നല്ല നിലയിലാണെന്ന ആശ്വാസമാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന നിരവധി വൃദ്ധരായ മാതാപിതാക്കൾ നമുക്കിടയിലുമുണ്ട്. അവരിൽ ചിലർക്ക് പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്തവരുമുണ്ട്. വയോജനങ്ങളുടെ ജനസംഖ്യാനുപാതം ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതലാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം നമ്മുടെ നാട് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടവർക്ക് താങ്ങും തണലും ഒരുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. പ്രായമായവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തി അവരുടെ പ്രായത്തിനും ജീവിതശൈലിക്കും അനുയോജ്യമായ വാസസ്ഥലങ്ങളും നിർമ്മിക്കേണ്ടതുണ്ട്. അവർക്കായി ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. 250 കോടി മുടക്കുമുതലിലാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. മുതിർന്നവരുടെ സാമൂഹിക ജീവിതത്തിനും പരിചരണത്തിനും മാത്രമായി ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ വിജയസാധ്യത കണ്ട് കൂടുതൽ സംരംഭകർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വരികയാണ്. എന്നാൽ ഇത്തരം കമ്മ്യൂണിറ്റി ലിവിംഗ് നടത്തുന്നതിലെ ചില വെല്ലുവിളികൾ കാരണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരുമുണ്ട്. ഈ കമ്മ്യൂണിറ്റി ലിവിങ്ങിനോടൊപ്പം തന്നെ നഴ്സിംഗ് കെയർ, ഭക്ഷണം, അലക്കാനുള്ള സൗകര്യം, ഫിസിയോതെറാപ്പി, വൈഫൈ, ഡോക്ടറുടെ സാന്നിധ്യം എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് റിട്ടയർമെന്റിനു ശേഷം തികച്ചും സുരക്ഷിതമായ സാഹചര്യത്തിൽ സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളോടൊപ്പം ശേഷകാലം സ്വയം പര്യാപ്തമായി ജീവിക്കുവാൻ അവസരമൊരുക്കുകയാണിത്. 30,000 മുതൽ 50,000 വരെയാണ് ഈ പദ്ധതിയുടെ മാസ ചിലവ് വരുന്നത്. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ കിടപ്പുരോഗികളെ എടുക്കാറില്ല. താമസം തുടങ്ങിയ ശേഷം രോഗം വന്നാൽ പരിചരണം ലഭിക്കും. കമ്മ്യൂണിറ്റി ലിവിങ്ങിനേക്കാൾ അസിസ്റ്റന്റ് ലിവിംഗ് പദ്ധതികൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആവശ്യക്കാർ.